ചെയ്യുന്നു. പള്ളിക്കുന്നത്ത് ടി വി ഇബ്രാഹിം 1052 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ 1800 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മാത്യു കുഴൽനാടൻ തുടർച്ചയായി ലീഡ് നിലനിർത്തുന്നുണ്ട്. 709 വോട്ട് നേടി ലീഡ് നിലനിർത്തുന്നു കൊല്ലത്ത് ബിന്ദു കൃഷ്ണ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ള 5 വർഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. അതിന്റെ ഫലം കിട്ടുന്നു. കൊല്ലത്ത് ലീഡ് നിലനിർത്തുന്നു ബിന്ദു കൃഷ്ണ. വി എൻ വാസവൻ പിന്നിൽ, വലിയ പിന്നോക്കമാണ് വി എൻ വാസവൻ. 1180 വോട്ടുകൾക്ക് വി എൻ വാസവൻ പിന്നിൽ. മന്ത്രിമാർ പിന്നിൽ പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും അപ്ഡേറ്റ് എന്ന് പറയുന്നു. മന്ത്രിമാർ പലരും പിന്നിൽ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളിലും ഒക്കെ വലിയ തിരിച്ചടി നേരിടുന്നു എന്നതാണ് വി എൻ വാസവന്റെ. കുന്നംകുളത്ത് പി ടി അജയമോഹൻ 41 വോട്ടുകൾക്ക് മുന്നിൽ. കുന്നംകുളത്ത് പി ടി അജയമോഹൻ 41 വോട്ടുകൾക്ക് മുന്നിൽ. മാണി കാപ്പൻ പരുങ്ങലിൽ ആദ്യ റൗണ്ടിൽ മാണി കാപ്പൻ മുന്നിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പരിങ്ങലിൽ എന്ന വിവരം വരുന്നു. പാലയിൽ ആരാണ്? അപ്പൊ ജോസ് കെ മാണി മുന്നിലല്ലേ? തിരുവമ്പാടിയിൽ സി കെ കാസിം 1050 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവമ്പാടിയിൽ സി കെ കാസിം 1050 വോട്ടുകൾക്ക് മുന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കുകൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്ത് UDFന്റെ സീറ്റ് നില 75 സീറ്റുകളിൽ UDF മുന്നിൽ. 58 സീറ്റുകളിൽ മാത്രമായി ഇപ്പോൾ ഒതുങ്ങുകയാണ്. 3812 വോട്ടുകൾക്ക് ഷംസുദ്ദീൻ മുന്നിലാണ്. ഷംസുദ്ദീൻ മണ്ണാർക്കാട് 3812 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. മണ്ണാർക്കാട് അമ്പലപ്പുഴയിൽ എച്ച് സലാം മുന്നിലെത്തിയിരിക്കുന്നു. അമ്പലപ്പുഴ ജിസ്വാരം പുറകിലേക്ക് 749 വോട്ടുകൾക്ക്. 3154 വോട്ടിന്റെ ലീഡ് എടുത്തിരിക്കുന്നു. ഷിബു ബേബി ജോൺ ചവറയിൽ 1815 വോട്ടുകൾക്ക് മുന്നിൽ. ഷിബു ബേബി ജോൺ 1815 വോട്ടുകൾക്ക് മുന്നിൽ. നേരത്തെ പറഞ്ഞ പോലെ അമ്പലപ്പുഴയിൽ എച്ച് സലാം മുന്നിൽ വരുന്നു. ജിസ്വാരൻ പരാജയപ്പെടുമോ? അവിടെ കാത്തിരുന്ന് കാണണം. കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ 1529 വോട്ടുകൾക്ക് മുന്നിലേക്ക് കുതിക്കുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മയുടെ ലീഡ് നില 5000 കടന്നു. കാസർഗോഡ് NDAയുടെ ലീഡ് മറികടന്ന് UDF വ്യക്തമായ ലീഡ് നേടുകയാണ്. കലക്ടർ മാഹിൻ ഹാജി. ചവറയിൽ ഷിബു ബേബി ജോൺ 1819 വോട്ടുകൾക്ക്. ചവറയിൽ ഷിബു ബേബി ജോൺ. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി. കളമശ്ശേരിയിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അബ്ദുൽ ഗഫൂർ അവിടെ 600 പര വോട്ടുകൾക്ക് മുന്നിലാണ്. ഒപ്പം അബിൻ വർക്കി. ഷൊർണൂരിലെയൊക്കെ ലീഡ് അപ്രതീക്ഷിതമാണ്. ഷൊർണൂരിൽ പി ഹരിഗോവിന്ദൻ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ സ്ട്രോങ് ഹോൾഡ് ആണ് LDFന്റെ. മമ്മിക്കുട്ടി ശക്തനായ സ്ഥാനാർത്ഥി MLA. അദ്ദേഹത്തെക്കാൾ പി ഹരിഗോവിന്ദൻ UDF ഷൊർണൂരിൽ ലീഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ട്രെൻഡിലേക്ക് പോകുന്നതിന്റെ സൂചന തന്നെയാണ്. വലിയ ട്രെൻഡാണ്. UDF സതീശൻ പറഞ്ഞ പോലെ 100 കടന്നാലും അത്ഭുതപ്പെടേണ്ട അത്ര വലിയ ട്രെൻഡിലേക്ക് സംസ്ഥാനത്തെ കാര്യങ്ങൾ പോകുന്നു. ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത്. VP സജീന്ദ്രന്റെ കുന്നത്തുനാട്ടിലെ ലീഡ് അത് 3000 കടന്നിരിക്കുന്നു. എറണാകുളം ജില്ലയിലൊക്കെ വലിയ തരംഗമാണ്. വൻ തരംഗം എറണാകുളം ജില്ലയിൽ. അവർ ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ 2000-3000 സീറ്റ് വോട്ട് നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇരിക്കൂറിൽ സജീവ ലീഡ് 3000 കടന്ന പശ്ചാത്തലമുണ്ട്. പുതുക്കാട്ട് KK രാമേന്ദ്രൻ 847 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഒല്ലൂരിൽ K രാജൻ 898 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. വടക്കാഞ്ചേരിയിൽ സേവർ ചിറ്റിലപ്പള്ളി 1317 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അത്തരത്തിൽ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്ന സംസ്ഥാനത്ത് ഒരു തരംഗ സ്വഭാവം പ്രകടമാവുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണ് ആദ്യ റൗണ്ട് പിന്നിടുമ്പോൾ സാഹചര്യം. ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. അനൂപ് ജേക്കബ് പിറവത്ത് 67 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. സജീവ് ജോസഫ് 2393 വോട്ടുകളാണ് കേട്ടോ. 2393 വോട്ടുകൾ. ഗീതാ ഗോപിക്ക് ലീഡ് 859 വോട്ടിന്റെ ലീഡ് നാട്ടികയിൽ ഗീതാ ഗോപിക്ക്. കാട്ടാക്കടയിൽ MR ബൈജു 445 വോട്ടുകൾക്ക് മുന്നിൽ. കാട്ടാക്കടയിലും അട്ടിമറി മണക്കുന്നു. 445 വോട്ടുകൾക്ക് അവിടെ MR ബൈജു മുന്നിൽ. നാട്ടികയിൽ ഗീതാ ഗോപി മുന്നിൽ. കോങ്ങാട് KA തുളസി 1283. കോങ്ങാട് KA തുളസി 1200. ജിസ്വാരൻ ലീഡ് തിരിച്ചു പിടിക്കുന്നു. 1204 അമ്പലപ്പുഴയിൽ സുധാകരൻ ലീഡ് തിരിച്ചു പിടിക്കുന്നു. മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിലാകുന്ന മന്ത്രിമാരുടെ എണ്ണം കൂടുകയാണ്. മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിലാകുന്നു. ഇരിഞ്ഞാലക്കുടയിൽ LDF പിന്നിലാണ്. അങ്ങനെ LDF മന്ത്രിസഭയിൽ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് പിണറായി വിജയനും ഒപ്പം KN ബാലഗോപാലും മാത്രമാണ് മുന്നിൽ. ബാക്കി മന്ത്രിമാരെല്ലാം പിന്നിലാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മന്ത്രിമാർ തോക്കുമെന്നതായിരുന്നു VD സതീശൻ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരു ഡസൻ സുധാകരൻ അമ്പലപ്പുഴയിൽ ക്രമാനുഗതമായി ഭൂരിപക്ഷം ഉയർത്തുന്നു. 1284 സുധാകരന്റെ ഭൂരിപക്ഷം വരുന്നു. അവിടെ സുധാകരൻ ആ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. IC ബാലകൃഷ്ണൻ ലീഡ് 5000 കടന്നിരിക്കുന്നു. സംസ്ഥാനത്ത് IC ബാലകൃഷ്ണൻ 5000 കടക്കുന്നു. മാണി സി കാപ്പൻ വീണ്ടും ലീഡ് തിരിച്ചു പിടിച്ചു. 193 വോട്ട് മാണി സി കാപ്പൻ ലീഡ് ചെയ്യുന്നു. രാജൻ പല്ലൻ ലീഡ് നിലനിർത്തുന്നുണ്ട്.
തൃശൂരിൽ രാജൻ പല്ലൻ ലീഡ് നിലനിർത്തുന്നുണ്ട്. കേരളത്തിൽ UDF തരംഗം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. UDF 77, 80 കടന്ന് മുന്നേറാനുള്ള സാധ്യത. ആദ്യ റൗണ്ടിൽ UDF തരംഗം, കേരളത്തിൽ UDF തരംഗം. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 13 വോട്ടുകൾക്ക് മുന്നിൽ. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ 13 വോട്ടുകൾക്ക് മുന്നിൽ. ആദ്യഘട്ടത്തിൽ രമേശ് പിഷാരടി ലീഡ് ചെയ്തിരുന്നു. ഇപ്പോൾ 13 വോട്ടുകൾക്ക് പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ രഞ്ജിത്തെ, ആദ്യ റൗണ്ടിൽ വലിയ ലീഡിലേക്ക് പോകേണ്ടതുണ്ട് BJP പാലക്കാട്. കാരണം പാലക്കാട് മണ്ഡലത്തിന്റെ ഘടന അങ്ങനെയാണ്. അവസാന റൗണ്ടുകൾ UDF അനുകൂല മണ്ഡലമാണ് പാലക്കാട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും UDFന്റെ ഒരു തരംഗം കാണുന്നു. 77 സീറ്റുകളിൽ ലീഡ് നേടാൻ UDFന് കഴിഞ്ഞിരിക്കുന്നു. 58ലേക്ക് ചുരുങ്ങുന്നു LDF എന്നതാണ്. NDA 2 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. മന്ത്രിമാർ പിന്നിൽ നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ചിറ്റൂരിൽ സുമേഷ് അച്യുതന്റെ ലീഡ് 1000 കടന്നു. ഒപ്പം പിറവത്ത് അനൂപ് ജേക്കബ് ലീഡ് 1000 കടന്നു. കൊല്ലത്ത് ബിന്ദുകൃഷ്ണ 476 ലീഡ് ഉയർത്തുന്നുണ്ട്. ഇരവിപുരത്ത് UDFന് 497 വോട്ടുകൾക്ക് കായംകുളത്ത് എം ലിജു 497 വോട്ടുകൾക്ക് മുന്നിൽ. വള്ളിക്കുന്നിൽ ടി പി എബ്രഹാം 1077 വോട്ടുകൾ. തലശ്ശേരിയിൽ കാരായി രാജനാണ് ലീഡ്. തലശ്ശേരിയിൽ ലീഡ് കാരായി രാജനാണ്. CPMന്റെ സ്ട്രോങ് ബെൽറ്റിൽ കാരായി രാജൻ ലീഡ് ചെയ്യുകയാണ്. പിറവത്ത് അനൂപ് ജേക്കബിന്റെ ലീഡ് 1000 കടന്നു. VD സതീശൻ ലീഡ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 110 അവിടെ വലിയ പുരോഗതിയില്ല. ഷൊർണൂരിലാണ് അത്ഭുതം. ഹരിഗോവിന്ദൻ മുന്നിൽ. ഷൊർണൂരിൽ 1500. വലിയ അത്ഭുതമാണ്. അതുപോലെ തന്നെ സേവിയർ ചിറ്റിലപ്പള്ളിക്ക് വടക്കാഞ്ചേരിയിൽ വെറും 217 വോട്ടിന്റെ ലീഡ് ആദ്യ റൗണ്ടിൽ കിട്ടിയുള്ളൂ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് LDFന്റെ. അതും ഒരു ട്രെൻഡിന്റെ സൂചന നൽകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.